നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വിദേശയാത്ര നടത്തുന്നത് എന്തിനാണ്? രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് ഇതാണ്. അപ്രതീക്ഷിതമായ ഈ യാത്രയുടെ ലക്ഷ്യമാണ് പലരും പലവിധത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നത്. കുടുംബസമേതമാണ് അദ്ദേഹത്തിന്റെ യാത്ര. തികച്ചും സ്വകാര്യമാണ് എന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ നിലയിൽ അദ്ദേഹത്തിന്റെ യാത്രയിൽ ഊഹാപോഹങ്ങൾക്ക് ഇട നൽകാതിരിക്കുന്നതായിരുന്നു ഉചിതം. അത് ആ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഒപ്പം കൂട്ടുമന്ത്രിസഭയിൽ അംഗമായ അദ്ദേഹത്തിന്റെ മരുമകനിൽ നിന്നും ഉണ്ടായില്ല. കേരളത്തിലെ വോട്ടർമാർക്ക് ഇവർ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നറിയാൻ അവകാശമില്ലേ? ചോദ്യം ഇവിടുത്തെ CPM നേതൃത്വത്തോടാണ്. പാർട്ടിക്ക് മുകളിലെ സൂപ്പർ സെക്രട്ടറി എന്നോണമാണ് കേരളത്തിലെ സൂപ്പർ മുഖ്യമന്ത്രി പെരുമാറുന്നത്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞതുപോലെ പിണറായി ഇല്ലെങ്കിൽ CPM ഇല്ല എന്നാണ് രീതി. സെക്രട്ടറിയെ ഗാലറിയിലിരുത്തി അദ്ദേഹം കളി നടത്തുന്നു, സ്വയം റഫറിയാകുന്നു. ഇതെല്ലാം കണ്ട് വിപ്ലവം ഉടനെത്തും സിന്ദാബാദ് എന്ന് വിളിക്കുന്ന അന്തങ്ങൾ പോലും ഇന്ന് വടിവിഴുങ്ങിയ അവസ്ഥയിലാണ്. കൂട്ടത്തിൽ ഒരുത്തനെയും വിശ്വാസമില്ലാത്ത നേതാവിനും ഫാമിലിക്കും വേണ്ടിയാണല്ലോ ഈ തെറിയെല്ലാം കേൾക്കുന്നത് എന്ന് ഒരു വേള ചിന്തിച്ചു പോയാൽ കുറ്റം പറയാനാവില്ല. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ടെൻഷനുമില്ലാതെ ടൂർ നടത്താനും വേണം ഒരു ഭാഗ്യം, അല്ലേ? മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ എവിടെ എത്തേണ്ട ആളാ? ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായി 5 ഘട്ടം തെരഞ്ഞെടുപ്പ് ഇനിയും ബാക്കിയാണ്. നാളെ ബംഗാളിലും ത്രിപുരയിലുമെല്ലാം നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ചിഹ്നമായി മരപ്പെട്ടിയെയും നരിച്ചീറുമൊക്കെ ലഭിക്കുന്ന സത്യാനന്തര കാലത്തെക്കുറിച്ച് വേവെടുത്ത് നടക്കുന്ന AK ബാലന്റെ വേവലാതി പോലും ഈ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഇനി ഈ ദിവസങ്ങളിലെല്ലാം ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലിരുന്ന് ഒളിപ്പോര് മാതൃകയിലായിരിക്കും. പോരാളിയായി ജനിച്ചു പോയതുകൊണ്ട് വിപ്ലവമില്ലാതെ ഒരു ദിവസം പോലും താണ്ടാൻ കഴിയില്ല. മുഖ്യമന്ത്രി പോയാലും ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുഴൽനാടന്റെ ഹർജി വിജിലൻസ് കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞു. അത് അദ്ദേഹം ദുബായിലിരുന്ന് ആഘോഷിച്ചിട്ടുണ്ടാവണം. അതൊക്കെ ആവാം. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ മാത്രമാണ് സമാധാനം. CPM ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടെ ഏതാണ്ട് 45 സീറ്റുകളിലാണ്. അതിൽ കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു. ബാക്കി ഏതാണ്ട് മുഴുവൻ സീറ്റുകളും ബംഗാളിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ ഇലക്ഷൻ നടക്കാനിരിക്കുന്നു. രാജ്യത്ത് അധികാരത്തിലുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും സർവോപരി PB അംഗവും എന്തുകൊണ്ട് ബംഗാളിൽ പ്രചരണത്തിന് പോകുന്നില്ല? ചോദ്യം പ്രസക്തമാണല്ലോ. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നല്ലേ പറഞ്ഞത്? ആ ഇടതിനെയും ഇന്ത്യയെയും കേരളത്തിന് പുറത്ത് നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം പിണറായിക്കില്ലേ? ഈ സമയത്താണോ ഉല്ലാസയാത്ര? എന്നാൽ കാര്യം അതൊന്നുമല്ല. പിണറായി വിജയൻ കേരളത്തിലുള്ളപ്പോൾ തമിഴ്നാട്ടിൽ പോലും പ്രചരണത്തിന് പോയിരുന്നില്ല. അവിടെയും ഒരു സീറ്റിൽ കനൽത്തരിയുണ്ട്. അന്ന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തിരക്ക് പറഞ്ഞ് ഒഴിവാക്കി. പക്ഷേ ഇപ്പോൾ പോകാത്തതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. കേരള അതിർത്തി വിട്ടുകഴിഞ്ഞാൽ പ്രസംഗിക്കേണ്ടി വരുന്നത് രാഹുൽ ഗാന്ധിയുടെ തോളിൽ കൈയിട്ടുകൊണ്ടായിരിക്കും. ബംഗാളിൽ പോയാലും യുവരാജാവിൻ്റെ അപദാനം പാടണം. കേരളത്തിൽ വട്ടപ്പേര് വിളിച്ച് ട്രോളിയ സഖാവിന് അവിടെ എങ്ങനെ പോയി മലയാളം പറയാൻ കഴിയും? ഡബിൾ ചങ്കിൻ്റെ ഒറ്റ ബുദ്ധിയിൽ തോന്നിയതാണ് ഈ നാടുവിടൽ. അപ്പോൾ പ്രശ്നമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ യാത്രയെപ്പറ്റി ഒട്ടേറെ ഊഹങ്ങൾ പലരും മെനയുന്നുണ്ടെങ്കിലും ഇതൊന്നും ശരിയല്ലെന്ന നിലപാടിൽ ഇപ്പോഴും കുറെ CPM അന്തങ്ങളുണ്ട്. രാജ്യത്ത് BJPക്കെതിരെ യുദ്ധം നയിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഒരു ചെറിയ ഇടവേള എടുത്തുകൂടെ? രാഹുൽ ഗാന്ധി തായ്ലൻഡിൽ പോകുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ? എത്രയോ നിർണായക ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി കടൽ കടന്നു. അതുകൊണ്ട് പട നയിക്കാനുള്ള ശേഷിയോ അതിൻ്റെ ശേമുഷിയോ ഇല്ലാതായെന്നുള്ള വ്യാഖ്യാനമൊന്നും വേണ്ട. കേരളത്തിലെ ചൂട് സഹിക്കാൻ വയ്യാതായപ്പോൾ ഊരു ചുറ്റാൻ ഇറങ്ങി എന്നു കരുതി സമാധാനപ്പെടണം. പോരാത്തതിന് ഭാര്യയുടെ പെൻഷൻ തുക വേണ്ടതിലധികം കയ്യിലിരിക്കുന്നു. ചെലവാക്കാൻ ഒരു വഴി വേണ്ടേ? പാർട്ടി അംഗങ്ങളോട് പറയണം, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർക്ക് ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയില്ല. അവർ പാർട്ടിയെ അറിയിച്ചാൽ മതിയാകും.